കോഴിക്കോട് പൊറോട്ട കച്ചവടത്തിന്റെ മറവിൽ MDMA വിൽപ്പന. 30 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിലായി. ഫ്രാൻസിസ് റോഡിൽ താമസിക്കുന്ന അഫാം ആണ് കസ്റ്റഡിയിലായത്. വീട്ടിൽ പൊറോട്ട വാങ്ങാൻ എത്തുന്നവർക്ക് ലഹരി നൽകുന്നതാണ് രീതി. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഭിജിത്ത്, പല രീതിയിലുള്ള വിൽപ്പനകൾ കണ്ടിട്ടുണ്ട്, ലഹരി വിൽപ്പനകൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ പൊറോട്ടയുടെ മറവിൽ എന്താണ് സംഭവിച്ചത്? ശ്രുതി, പാർവതി, കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ വീട്ടിലാണ് അഫാം താമസിക്കുന്നത്. അവിടെ അയാൾ പൊറോട്ട നിർമ്മിക്കാറുണ്ട്. അത് തൊട്ടടുത്തുള്ള കടകളിലൊക്കെ എത്തിച്ചു നൽകാറുമുണ്ട്. അതിനിടയിലാണ് ഇയാൾ പൊറോട്ടയുടെ മറവിൽ, പൊറോട്ട വിൽപ്പന നടത്തുന്നതിന്റെ മറവിൽ ലഹരി വിൽപ്പന കൂടി നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ഡാൻസാഫിന് ലഭിക്കുന്നത്. അങ്ങനെ ഡാൻസാഫ് ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രി ഡാൻസാഫും ടൗൺ പോലീസും കൂടി ഈ അഫാമിന്റെ വീട്ടിലെത്തി. അങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്. അവിടെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 30 ഗ്രാം MDMA പോലീസിന് കണ്ടെടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വീട്ടിലേക്ക് പൊറോട്ടയൊക്കെ വാങ്ങാൻ എത്തുന്നവർക്ക് പൊറോട്ടയ്ക്കൊപ്പം MDMAയും കൂടി കൊടുക്കുന്നതാണ് അഫാമിന്റെ രീതി. ഏതായാലും പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇയാൾക്ക് എവിടെ നിന്ന് MDMA ലഭിക്കുന്നു, ഒപ്പം തന്നെ ഈ പൊറോട്ട വാങ്ങുന്നതിനൊപ്പം തന്നെ ഈ MDMA ഒക്കെ വാങ്ങാൻ ആരൊക്കെ എത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഏതായാലും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നത്. ഓക്കെ, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.